വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയ ദൈവജനമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ വചന ശുശ്രൂഷയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കാൽവറിയിലേക്കുള്ള ഒരു തീർത്ഥയാത്രയിൽ കർത്താവിനോടൊപ്പം ഉള്ള ആ തീർത്ഥയാത്രയിൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നാം എത്തിച്ചേരുമ്പോൾ നാം നമ്മിൽ തികഞ്ഞിരിക്കേണ്ട ചില വസ്തുതകൾ, നമ്മെ ഭരിക്കേണ്ട ചില വസ്തുതകളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. കർത്താവിൽ പ്രിയ ദൈവജനമേ, നമ്മുടെ പാപം നിമിത്തം നാം ദൈവത്തിൽ നിന്ന് അകന്ന്, നമ്മുടെ പാപം നിമിത്തം നമുക്കും നമ്മുടെ ദൈവവും തമ്മിൽ ഒരു വലിയ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ആ വ്യത്യാസത്തെ ലഘൂകരിക്കുന്ന, ചുരുക്കമാക്കുന്ന, തന്നോടൊപ്പം നമ്മെ ആക്കുന്ന ആ വലിയ സ്നേഹത്തെ നാം ഓർക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം എത്ര നല്ലവനാണ്. കാൽവറിയിലേക്കുള്ള നമ്മുടെ തീർത്ഥയാത്രയിൽ നാം ഉപേക്ഷിക്കേണ്ട ചില കാര്യങ്ങളോടൊപ്പം തന്നെ നാം പിന്തുടരേണ്ടത്, അതായത് നാം തികഞ്ഞു വരേണ്ട ചില വസ്തുതകൾ കൂടിയുണ്ട്. അതും നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ ദൈവജനമേ, ആദാമും ഹവ്വായും ആദ്യം പാപം ചെയ്തപ്പോൾ ദൈവവുമായിട്ടുള്ള ആ ബന്ധം വിച്ഛേദിച്ചപ്പോൾ അവിടെ പ്രയാസവും ദുഷ്ടതയും, ലോകത്തിൽ പാപം കടന്നു വന്നു. എന്നാൽ അത് പുനഃസ്ഥാപിപ്പാൻ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വരികയും നമുക്ക് വേണ്ടി ക്രൂശിതനായി മരിക്കുകയും ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് ഇപ്പോൾ തൻ്റെ പിതാവിനോടൊപ്പം ദൈവസന്നിധിയിലായിരിക്കുന്നു. അവനെ പിന്തുടരുന്ന നാം അവനോടൊപ്പം ആയിത്തീരുവാൻ കാൽവറിയിലേക്കുള്ള നമ്മുടെ ഈ പ്രയാണത്തിൽ, കാൽവറിയിലേക്കുള്ള ഈ തീർത്ഥയാത്രയിൽ പങ്കാളിയാകുവാൻ നമ്മെ ഭരിക്കേണ്ട ചില വസ്തുതകളെക്കുറിച്ച് ഇന്ന് നമുക്ക് പഠിക്കാം. വിശുദ്ധ വേദപുസ്തകം സങ്കീർത്തനങ്ങൾ 18-32 വാക്യം പഠിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്, എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും എൻ്റെ വഴി കുറവ് തീർക്കുകയും ചെയ്യുന്നത് ദൈവം തന്നെ. ഹല്ലേലൂയ. ശക്തി കൊണ്ട് അരമുറുക്കുന്നവൻ. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ദൈവിക ശക്തി പ്രാപിക്കാതെ, ദൈവിക ബലം പ്രാപിക്കാതെ കാൽവറിയിലേക്ക് ഒരു തീർത്ഥയാത്ര തുടരുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമല്ല. ആ തീർത്ഥയാത്ര തുടരുന്നതിന് ദൈവിക ശക്തി മാത്രമല്ല, നമ്മുടെ വഴി, നമ്മുടെ പാത നേരെയായിരിക്കണം. ആ വഴിയുടെ കുറവ് തീർക്കുന്നത് ദൈവമാണ്. ദൈവിക വഴികളിൽ നാം തികഞ്ഞവരായിരിക്കണം. ദൈവത്തിൻ്റെ പദ്ധതികളിൽ നാം തികഞ്ഞവരായിരിക്കണം. അതിന് സങ്കീർത്തനക്കാരൻ പറയുന്നത് നമുക്കറിയാമല്ലോ, നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ഹല്ലേലൂയ. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ വഴികൾ, നമ്മുടെ പാതയ്ക്ക് പ്രകാശം നൽകുവാൻ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നമ്മെ സഹായിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു നമ്മെ നയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പദ്ധതികളിൽ, ദൈവത്തിൻ്റെ വഴികളിൽ നാം തികഞ്ഞവരായിരിക്കണം. മറ്റൊരു വസ്തുത, 1 യോഹന്നാൻ 2 വാക്യം നാം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, എന്നാൽ ആരെങ്കിലും അവൻ്റെ വചനം പ്രമാണിക്കുന്നു എങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു.
ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ആരെങ്കിലും തന്നെ ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു, നിറഞ്ഞിരിക്കുന്നു. ഹീസ് ഫിൽഡ് വിത്ത് ഗോഡ്സ് ലവ്. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ദൈവസ്നേഹത്തിൽ നാം തികഞ്ഞിരിക്കുന്നവരായിരിക്കണം. നമ്മുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി നാം സ്നേഹിക്കണം. അതായിരിക്കണം ഒരു ക്രിസ്ത്യാനിയായ നാം ഓരോരുത്തരും. മാത്രവുമല്ല, നമ്മുടെ അയൽക്കാരനെയും നാം നമ്മെപ്പോലെ സ്നേഹിക്കണം. ദൈവത്തെയും നാം എന്നും കാണുന്ന നമ്മുടെ അയൽക്കാരെയും നാം നമ്മെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഹല്ലേലൂയ. യോഹന്നാൻ തന്നെ 1 യോഹന്നാൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവം സ്നേഹം തന്നെ. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ മുൻപിൽ നമുക്ക് മുൻപാകെ ഉള്ളവരെ നാം സ്നേഹിക്കുന്നില്ല എങ്കിൽ, നാം കാണുന്നവരെ നാം സ്നേഹിക്കുന്നില്ല എങ്കിൽ, കാണാത്ത ദൈവത്തെ നാം എങ്ങനെ സ്നേഹിക്കും? യോഹന്നാൻ തന്നെ തുടരുകയാണ്. 1 യോഹന്നാൻ 4:17-18 ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യം ഉണ്ടാവാൻ തക്കവണ്ണം ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു. അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമും ഇരിക്കുന്നു. സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിനു ദണ്ഡനം ഉള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ദൈവത്തിൽ പ്രിയരെ, ന്യായ ദിവസത്തിൽ നമുക്ക് ധൈര്യം ഉണ്ടാകുവാൻ തക്കവണ്ണം ദൈവവചനം നമ്മോട് പറയുന്നത്, ഇതിനാൽ സ്നേഹത്തിൽ തികഞ്ഞിരിപ്പീൻ, അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിലും നാം സ്നേഹത്തിലിരിപ്പീൻ, അന്യോന്യം സ്നേഹിപ്പീൻ. എന്തിന് പകയ്ക്കണം? എന്തിന് വിദ്വേഷം നമ്മിൽ ഉണ്ടായിരണം? എന്തിന് പിണങ്ങണം? എന്തിന് കോപിക്കണം? നമുക്ക് ചുറ്റുമുള്ളവരെ നാം സ്നേഹിക്കാൻ പഠിക്കണം. പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾ തമ്മിൽ സ്നേഹിച്ചില്ല എങ്കിൽ, പ്രിയ ഭാര്യ ഭർത്താക്കന്മാരെ, നിങ്ങൾ തമ്മിൽ സ്നേഹിച്ചില്ല എങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ തമ്മിൽ സ്നേഹിക്കും? നിങ്ങൾ അവർക്ക് മാതൃകയായിരിക്കണം. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ഓരോ ഭവനത്തിലും ഉത്ഭവിക്കേണ്ട ഒന്നാണ് സ്നേഹം. ഭവനത്തിൽ സ്നേഹമുണ്ടായിരിക്കണം. ഭവനത്തിൽ സ്നേഹമുണ്ടാവുമ്പോൾ അത് അയൽവക്കത്ത് വർണ്ണിക്കും. അയൽവക്കത്തുകാരെ ആ സ്നേഹം പ്രതിഫലിപ്പിക്കും. മറ്റുള്ളവരെ നമുക്ക് സ്നേഹിക്കുവാൻ സാധിക്കും. മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനോടൊപ്പം അവർക്ക് വേണ്ടി സേവിക്കുവാനും സാധിക്കും, സേവനം ചെയ്യുവാൻ സാധിക്കും. അതിൽ കൂടി നമുക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനും സാധിക്കും. പ്രിയ ദൈവജനമേ, വിശുദ്ധ വേദപുസ്തകം നാം വീണ്ടും പഠിക്കുമ്പോൾ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ സഭയോട് പറയുകയാണ്, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം. കൽവറിയിലേക്കുള്ള തീർത്ഥയാത്രയിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുന്നവരായിരിക്കണം നാം. സകല കന്മഷവും നീക്കി, എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസവും സാത്താന്യ പോരാട്ടങ്ങളും ഇവയെല്ലാം നീക്കി നമ്മെ തന്നെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. പാട്ടുകാരൻ പറയുന്നത് പോലെ, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്ക,
കർത്താവിൽ പ്രിയ ദൈവജനമേ, വിശുദ്ധിയെ തികച്ച് നാം അവൻ്റെ വരവിനായി ഒരുങ്ങി നിൽക്കുക. അവനെ എതിരേൽപ്പാൻ നാം നമ്മെ തന്നെ ഒരുങ്ങിയിട്ടുണ്ടോ? ദൈവവിശുദ്ധിയിലാണോ നാം ജീവിക്കുന്നത്? വിശുദ്ധിയുള്ളൊരു ജീവിതമാണോ ഞാനും നിങ്ങളും നയിക്കുന്നത്? എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ ജീവിക്കുക. മറ്റൊരു വസ്തുത നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിലാണ്. അവിടെ പറയുന്നത്, നിങ്ങളെ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. അവൻ എന്നേക്കും മഹത്വം. ആമീൻ. ദൈവത്തിന് സ്തോത്രം. കർത്താവിൽ പ്രിയ ദൈവജനമേ, സൽപ്രവൃത്തിയിൽ നാം തികഞ്ഞവരായിരിക്കണം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ, ഇവിടെ നാം വായിച്ചതുപോലെ, ഗ്രഹിച്ചതുപോലെ, അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി, എല്ലാ സൽപ്രവൃത്തിയിലും. എല്ലാ നന്മയെന്നും അവിടെ പറയുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളവരെ, ധനവാന്മാരെ മാത്രമല്ല, ധനവാനെയും ദരിദ്രനെയും, പ്രയാസത്തിലിരിക്കുന്നവനെയും സന്തോഷത്തിലിരിക്കുന്നവനെയും സങ്കടത്തിലിരിക്കുന്നവനെയും, നമുക്ക് ചുറ്റുമുള്ളവരെ നമുക്ക് ഏതെല്ലാം വിധത്തിൽ സേവിപ്പാൻ സാധിക്കുമോ ആ വിധത്തിലെല്ലാം നാം അവർക്ക് സേവനം ചെയ്യണം, അവരെ ശുശ്രൂഷ ചെയ്യണം. എങ്കിൽ മാത്രമേ ദൈവത്തിൽ നമുക്ക് ആയിത്തീരുവാൻ സാധിക്കുകയുള്ളൂ. വീണ്ടും തിരുവെഴുത്ത് നാം പഠിക്കുമ്പോൾ 2 തിമോത്തിയോസ് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യത്തിൽ നമുക്ക് ഗ്രഹിപ്പാൻ സാധിക്കുന്നത്, എല്ലാ തിരുവെഴുത്തും ദൈവശാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. തിരുവെഴുത്തിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചാണ് പൗലോസ് അവിടെ വിശേഷിപ്പിക്കുന്നത്. എല്ലാം ദൈവശാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യന് സകല പ്രവർത്തിക്കും സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടത്. ദൈവത്തിൻ്റെ ഉദ്ദേശം അതാണ്. സൽപ്രവർത്തിക്ക് നാം തികഞ്ഞവരായിരിക്കണം. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നാം എത്ര പേർ നാം ചെയ്യുന്ന പ്രവർത്തനത്തിൽ മറ്റുള്ളവരുടെ മുൻപാകെ കാഴ്ചവെക്കുന്ന സേവനങ്ങളിൽ തൃപ്തരാണ്? അബു ബെൻ ആഡം എന്ന് പറഞ്ഞ ഒരു ബാല്യക്കാരനുണ്ടായിരുന്നു. അവൻ്റെ ബാല്യം മുതലേ അവൻ്റെ മാതാപിതാക്കൾ അവനെ അഭ്യസിച്ചു വന്നത് നിന്നാൽ ആവുന്ന നന്മ എല്ലാവർക്കും ചെയ്യുക എന്നുള്ളതായിരുന്നു. അബു ബെൻ ആഡം ഓരോ ദിവസവും എഴുന്നേറ്റ് ഒരു ലിസ്റ്റ് തയ്യാറാക്കും, ഓരോരുത്തർക്ക് ചെയ്യേണ്ട നന്മ. അത് തന്നാൽ ആവുന്നോളം ആ ലിസ്റ്റ് പ്രകാരം നന്മ ചെയ്യുവാൻ അവൻ വാഞ്ചയോടെ പരിശ്രമിച്ചു. ഒരു പരിധിവരെ അവനത് സാധിക്കുമായിരുന്നു. ദിവസവും രാത്രിയിൽ അവൻ കിടന്നുറങ്ങുമ്പോൾ താൻ ചെയ്ത നന്മയും താൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് അവൻ ചിന്തിക്കുമായിരുന്നു. ഒരു ദിവസം അവനൊരു സ്വപ്നം കണ്ട്, ഒരു ദൂതൻ എന്തോ എഴുതുന്നു, ഒരു ദൂതൻ ഒരു പുസ്തകത്തിൽ എന്തോ എഴുതുന്നു. അവൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ആ ദൂതൻ അപ്രത്യക്ഷമായി. പിറ്റേ ദിവസവും അവൻ ഇതുപോലെ നന്മ ചെയ്യുന്നതിൽ അവൻ തൻ്റെ ജീവിതം കാഴ്ചവെച്ചു. ആ ദിവസവും രാത്രിയിൽ അവൻ ഒരു സ്വപ്നം കണ്ട് ഒരു ദൂതൻ എന്തോ എഴുതുന്നു. അല്പസമയത്തിന് ശേഷം മാഞ്ഞുപോയി. അവൻ ഉറങ്ങി. പിറ്റേ ദിവസവും 3-ാം ദിവസവും അവൻ ഇതേ സ്വപ്നം കണ്ടു. ഒരു പുസ്തകത്തിൽ ദൂതൻ എന്തോ
എഴുതുന്നു. അവൻ ആ ദൂതനോട് ചോദിച്ചു, അങ്ങ് എന്താണ് എഴുതുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ പറയുകയുണ്ടായി, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ പേരും ദൈവം സ്നേഹിക്കുന്നവരുടെ പേര് എഴുതുകയാണ്. അബൂ ബെനാഡം ആ ദൂതനോട് ചോദിക്കുകയാണ്, എൻ്റെ പേര് ആ പുസ്തകത്തിലുണ്ടോ എന്ന്. ദൈവത്തിൽ പ്രിയരെ, അവൻ നോക്കുമ്പോൾ ആ ദൂതൻ ആ പുസ്തകം കാണിച്ചപ്പോൾ അവൻ കണ്ടത് ഹിസ് നെയിം വാസ് ലീഡിങ് ദ റെസ്റ്റ്. അവൻ്റെ പേര് ഏറ്റവും മുൻപന്തിയിൽ കണ്ടതായിട്ടാണ് അവന് കാണുവാൻ സാധിക്കുന്നത്. സർവീസ് ടു ഹ്യൂമാനിറ്റി, സർവീസ് ടു ഗോഡ്. നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ സഹപ്രവർത്തകരെ സ്നേഹിക്കുന്നതാണ് ദൈവസ്നേഹം. മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്നതാണ് ദൈവത്തെ സേവിക്കുന്നത്. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, സൽപ്രവർത്തികളിൽ തികഞ്ഞവരായിരിപ്പീൻ. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്, അവൻ്റെ പ്രവൃത്തിയോടുകൂടി വിശ്വാസം വ്യാപരിച്ചു, എന്നും പ്രവർത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും നീ കാണുന്നുവല്ലോ. അവൻ്റെ പ്രവൃത്തിയോടുകൂടി വിശ്വാസം വ്യാപരിച്ച്, വിശ്വാസത്തിൽ തികഞ്ഞവരായിരിക്കും. വിശ്വാസവും പ്രവൃത്തിയും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വേണം. ദൈവത്തെ പ്രീതിപ്പെടുത്തണമെങ്കിൽ വിശ്വാസ ജീവിതം നയിച്ചെങ്കിൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ, കർത്താവിൽ പ്രിയ ദൈവജനമേ, നമുക്ക് വേണ്ടി അവൻ പ്രാർത്ഥിക്കുകയുണ്ടായി. സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപായിട്ട് ഗെത്സെമനെ തോട്ടത്തിൽ വെച്ച് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ അരുമ ശിഷ്യർക്കു വേണ്ടി പ്രാർത്ഥിച്ചത് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 23 വാക്യം നാം പഠിക്കുമ്പോൾ 23-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നത്, നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. ദൈവത്തിന് സ്തോത്രം. ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ, ത്രിയേക ദൈവത്തിൻ്റെ ഐക്യം പോലെ, എൻ്റെ ദൈവമേ, അവർ എന്നിലും ഒന്നാകേണ്ടതിന്, അവർ ഐക്യത്തിലാകുവാൻ അവരെ തികഞ്ഞവരാക്കണമേ എന്ന് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് തൻ്റെ പ്രിയ പിതാവിനോട്. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഐക്യമുള്ളവനായിരിക്കണം. സ്നേഹമുണ്ടാവുമ്പോൾ അവിടെ ഐക്യതയും ഉണ്ടാവും. നാം സ്നേഹിക്കുമ്പോൾ മറ്റുള്ളവരോട് ഐക്യത്തോടുകൂടി നമുക്ക് പ്രവർത്തിക്കുവാനും ഐക്യത്തോടുകൂടി ഒരുമയോടുകൂടി കാൽവറിയിലേക്ക് ഒരു തീർത്ഥയാത്ര നടത്തുവാനും നമുക്ക് സാധിക്കും. കർത്താവിൽ പ്രിയ ദൈവജനമേ, കാൽവറിയിലേക്കുള്ള ഒരു തീർത്ഥയാത്രയിൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ആ പളുങ്കു ദേശത്ത് നാം എത്തിച്ചേരുവാൻ ഐക്യത്തോടും പ്രാർത്ഥനയോടും കൂടി ആയിരിക്കണം എന്നാണ് ദൈവവചനം ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. വീണ്ടും യാക്കോബിൻ്റെ ലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുമ്പോൾ യാക്കോബ് 1:4 നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. സ്ഥിരതയ്ക്ക് ഉറച്ച പ്രവൃത്തി ഉണ്ടാകട്ടെ. സ്ഥിരത, അതല്ലെങ്കിൽ നമുക്കത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ക്ഷമിക്കാൻ നാം പ്രാപ്തരായിരിക്കണം. കർത്താവായ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിപ്പീൻ എന്നാണ്. നമ്മിൽ എത്ര പേർ നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്? എത്ര പേർ നമ്മോട് പാപം ചെയ്തിട്ടുള്ളവരെ നാം ക്ഷമിക്കാൻ ബാധ്യസ്ഥരാണ്?
എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നാം മറ്റുള്ളവരോട് ക്ഷമിച്ചില്ല എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നമ്മോട് എപ്രകാരം ക്ഷമിക്കും? അവസാനമായിട്ട് നാം ഉൽപ്പത്തിയുടെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുകയാണെങ്കിൽ അവിടെ മറ്റൊരു വസ്തുത നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ പറയുന്നത്, അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുൻപാകെ നടന്നു നിഷ്കളങ്കനായിരിക്കുക. നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. നടപ്പിൽ നിഷ്കളങ്കരായിരിക്കും. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നടപ്പിൽ നിഷ്കളങ്കരായിരിക്കാനാണ് ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. അബ്രഹാമിനെ പോലെ, ഇസഹാക്കിനെ പോലെ, യാക്കോബിനെ പോലെ, യോസഫിനെ പോലെ, കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ നടപ്പിൽ നിഷ്കളങ്കരായിരിപ്പീൻ. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, കാൽവറിയിലേക്കുള്ള നമ്മുടെ തീർത്ഥയാത്ര യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വഴികളിൽ, ദൈവസ്നേഹത്തിൽ, വിശുദ്ധിയിൽ, സൽപ്രവൃത്തിയിൽ, വിശ്വാസത്തിൽ, ഐക്യതയിൽ, സ്ഥിരതയിൽ, നടപ്പിൽ നാം തികഞ്ഞവരായിരിക്കണം. നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്താലും നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ഞാൻ ദൈവത്തിൽ, ദൈവസ്നേഹത്തിൽ തികഞ്ഞവനാണോ? നടപ്പിൽ അബ്രഹാമിനെ പോലെ നിഷ്കളങ്കനാണോ? എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നാം തികഞ്ഞവരായിരിക്കുന്നതിൽ നിന്ന് നമ്മെ എന്തെങ്കിലും പിന്തിരിപ്പിക്കുന്നുണ്ട് എങ്കിൽ അത് സാത്താന്യ ശക്തിയാണ്, സാത്താന്യ പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കുവാണെങ്കിൽ അവൻ വലം കൈ നീട്ടി, മകനെ, മകളെ, നിന്നെ രക്ഷിപ്പാൻ ഞാൻ പ്രാപ്തനാണ് എന്ന് പറഞ്ഞ് നമ്മെ അവനോടൊപ്പം ചേർക്കും. ഹല്ലേലൂയ. കർത്താവിൻ്റെ നടപ്പിൽ അവൻ്റെ വചനം നമ്മിൽ ഉൾക്കൊണ്ടുകൊണ്ട് നിഷ്കളങ്കനായി നടപ്പാൻ നമ്മൾ ആരെയും എത്ര പേർ ആഗ്രഹിക്കുന്നു? എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, നമ്മുടെ നടപ്പിൽ നിഷ്കളങ്കനായിരിക്കാൻ, നമ്മോടൊപ്പം ആയിരിക്കാൻ, വിശ്വാസത്തിലും ഐക്യതയിലും സ്ഥിരതയിലും പൂർണ്ണതയിലും തികഞ്ഞവരായിരിക്കാൻ ഇനി സമയം നമ്മളെ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ, പ്രാപ്തരാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, നിങ്ങളെയും ആയതിലേക്ക് ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ ഹല്ലേലൂയ, വിശ്വാസത്തിലും ഐക്യതയിലും സ്ഥിരതയിലും അങ്ങയുടെ വഴികളിലും നിഷ്കളങ്കനായി നടപ്പാൻ ഞങ്ങളെ ഓർപ്പിച്ച കൃപയ്ക്ക് നന്ദിയോട് സ്തോത്രം. കർത്താവേ, അങ്ങയുടെ വരവ് സമീപമായിരിക്കുക. അങ്ങയുടെ കാൽവറിയിലേക്കുള്ള തീർത്ഥയാത്രയിൽ അങ്ങയോടൊപ്പം ഹല്ലേലൂയ സ്തോത്രം. അബ്രഹാമിനെ പോലെ നിഷ്കളങ്കനായി നടക്കുവാൻ അടിയങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ പാപികളും ദോഷികളാകുന്നു അപ്പച്ച. ഞങ്ങളുടെ പാപങ്ങളെല്ലാം അവിടുന്ന് ക്ഷമിക്കണം. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരമരുളുമാറാണമേ. ആമേൻ.